ലോകകപ്പ് ഫൈനലിനു ശേഷം ഗ്രൗണ്ടിൽ നാടകീയ രംഗങ്ങൾ. അധിക സമയത്ത് സ്പെയിനെതിരില്ലാത്ത ഒരു ഗോളിന് വിജയിച്ച മത്സരത്തിനു ശേഷം ഇരു ടീമുകളും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. അർജന്റീന മിഡ്ഫീൽഡർ ലിയാന്ദ്രോ പരദേശ് സ്പാനിഷ് ഡിഫൻഡർ എറിക് ഗാർസിയുടെ കഴുത്തിൽ പിടിച്ചതോടെയാണ് പ്രശ്നം ഗുരുതരമായതും കൂട്ടത്തല്ലിൽ കലാശിച്ചതും. സംഭവത്തിൽ പരദേശിന് റഫറി ചുവപ്പ് കാർഡ് പുറത്തെടുക്കുകയും ചെയ്തു. എന്നാലിപ്പോൾ പരദേശിന് ലഭിച്ച ചുവപ്പ് കാർഡ് ഫിഫ പിൻവലിച്ചതായി ബിബിസിയോട് വ്യക്തമാക്കി. ആ ഘട്ടത്തിൽ യാതൊരുവിധ അച്ചടക്ക നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും ഫിഫയുടെ കമന്റേറ്റർ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ചുവപ്പ് കാർഡ് തെറ്റായി രേഖപ്പെടുത്തപ്പെട്ടതാണെന്നുമാണ് ഫിഫ അറിയിച്ചിരിക്കുന്നത്. നിലവിലെ ഫിഫ സ്കോർ കാർഡിൽ എൻസോ ഫെർണാണ്ടസിന് ലഭിച്ച ഒരു ചുവപ്പ് കാർഡ് മാത്രമാണുള്ളത്. അതേസമയം മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ നടന്ന സംഘർഷത്തെക്കുറിച്ച് ഫിഫ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനായി പ്രത്യേക അച്ചടക്ക സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. അന്വേഷണത്തിൽ കുറ്റക്കാരായി കണ്ടെത്തുന്ന കളിക്കാരും ഒഫീഷ്യലുകളും കടുത്ത വിലക്ക് നേരിടേണ്ടിവരും. കൂടാതെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും കനത്ത പിഴ ചുമത്താൻ സാധ്യതയുണ്ട്.